റവയും മുട്ടയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് വറുത്ത റവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ 1/2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ പാൽപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാൽപ്പൊടിയും റവയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു പഞ്ചസാരയും മുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര മുട്ടയിൽ നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ നമ്മൾ ഈ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടിച്ചു വെച്ച മുട്ട നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു മുട്ടയും പാൽപ്പൊടിയിലും റവയിലും നന്നായിട്ട് പിടിക്കും. ഇതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ കുറച്ച് കട്ടിയായിട്ട് വരും. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാറ്റർ കുറച്ചുകൂടി കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഓയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഓയിൽ ഒഴിക്കുന്ന സമയത്ത് റവ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം തീയൊന്ന് കുറച്ച് വെക്കണം. കാരണം റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിൻ്റെ സൈഡ് ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിടാം. ഇതുപോലെ 2 ഭാഗവും നന്നായിട്ട് കളർ മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവൻ ബാറ്റർ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.